2022 താങ്ക്സ്ഗിവിംഗ് ടർക്കി സ്റ്റഫിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യത്തെ താങ്ക്സ്ഗിവിംഗ് ടർക്കിയെ ഞങ്ങൾ ബ്രൈൻ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഒരു ഗാലൻ വെള്ളം എടുത്തിട്ട് ചൂടാക്കിയിട്ട് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് അതിനകത്തോട്ട് ചെയ്യാൻ പോവാം. ഇപ്പം വെള്ളം തിളച്ച് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഈ മിക്സാണ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടർക്കിയെ പൊതിഞ്ഞ് കവർ ചെയ്യാനൊരു കവറൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പം ഇത് ഓപ്പൺ ചെയ്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഉപ്പും ബാക്കിയുള്ള മിക്സറും എല്ലാം കൂടെ, അപ്പോൾ അതിനകത്ത് സാൾട്ട് നന്നായിട്ട് എന്നിട്ട് ഡിസോൾവ് ചെയ്തെടുക്കുക, എന്നിട്ട് കൂൾ ചെയ്തെടുക്കുക, എന്നിട്ട് നമുക്ക് ടർക്കി. ഇതിപ്പം തണുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാൻ പോവാം. പ്ലാസ്റ്റിക് റാപ്പിനകത്ത് ഒഴിച്ചിട്ട് ഇപ്പം ടർക്കിനകത്ത് ഇട്ട് ബ്രൈൻ ചെയ്യാൻ വെച്ചേക്കുക. ഈ ടർക്കി ഇങ്ങനെ ബ്രൈൻ ചെയ്തിട്ട് വെച്ചിരിക്കുക. ഓക്കെ, ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുക. നാളെ നമുക്ക് എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാം. സ്റ്റഫിംഗ് ഒക്കെ വെച്ച് റോസ്റ്റ് ചെയ്ത് എടുക്കുക. ഇതപ്പം നമ്മൾ ഇന്നലെ ടർക്കിയെ ചെയ്യാൻ വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. ഓക്കെ, 24 hours ബ്രൈൻ ചെയ്തിട്ട് എടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സ്റ്റഫിംഗ് ഒക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പം ഇനിയിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്യാൻ മീൻസ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി എടുക്കുക. ഓക്കെ, ഇതപ്പം ടർക്കിയെ ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സ്ലിറ്റൊക്കെ ഇട്ടിട്ട് ജിഞ്ചറും ഗാർലിക്കും സ്ലൈസ് ചെയ്ത് വെച്ചത് ഇതിനകത്തോട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് വെക്കാം. ഇപ്പം ബ്രൈൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് അതിനുശേഷം കുറച്ച് സ്ലിറ്റൊക്കെ അവിടെ ഇവിടെ ഇടുക. എന്നിട്ട് ഗാർലിക് ആൻഡ് ജിഞ്ചർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് സ്റ്റഫിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക, ക്യാരറ്റ് ഓണിയനും സോട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സെലറി, പിന്നെ കുറച്ച് സേജ്, തൈമാൻ, റോസ്മേരി. അപ്പം ഞങ്ങളുടെ ഗാർഡനിലുള്ള ഫ്രഷ് ആയിട്ടുള്ള ലീഫാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ഗാർഡൻ മീൻസ് ലുക്ക് ഡയറക്റ്റ് ഫ്രം പോട്ട്. അപ്പം ഇതിപ്പം ഓൾമോസ്റ്റ് ഇങ്ങനെ സ്ലിറ്റ് ഇട്ടതൊക്കെ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബട്ടർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റഫിങ് ഇല്ലേ, അത് അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറച്ച് സെലറി ഇതിനകത്തോട്ട് സ്റ്റഫ് ചെയ്തു. ക്യാരറ്റ് ഞാൻ വെള്ളമൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ സെലറി ഇതിനകത്തോട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് ടർക്കി ആ റാക്കിലോട്ട് എടുത്ത് മാറ്റി വെച്ചു. കഴിയുമ്പം റോസ്മേരി, സേജ്, തൈമൊക്കെ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. റോസ്മേരി, സേജും തൈമൊക്കെ അവിടെ എവിടെയൊക്കെ ഇട്ട് അതിൻ്റെ ആ സ്പൈസസ് അല്ലേ, അപ്പം അതിൻ്റെ മണം ഒക്കെ നന്നായിട്ട് എല്ലായിടം വരും. എപ്പോഴൊക്കെ ചെയ്യാറുണ്ട് ഈ ടർമറിക് പൗഡറും ഗരം മസാലയൊക്കെ ചെറുത് കുറച്ച് പൊടിച്ചിട്ടൊന്ന് വെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഗാർലിക്കും ജിഞ്ചറും ഫില്ല് ചെയ്തു, പിന്നെ ബട്ടർ പുരട്ടി, പിന്നെ സ്റ്റഫിങ് ഇൻസൈഡ് വെച്ചു. യൂഷ്വലി നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഈ വർഷം ചെയ്തത് ഇതിനെ ബ്രൈൻ ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മോയിസ്റ്റ് ആയിട്ടിരിക്കുമെന്നാണ് പറയുന്നത്. നോക്കാം, നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നോക്കാം എങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചേക്കാം. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അവൻ ഹീറ്റ് ചെയ്യുക. ഓക്കെ, 350 ബേക്ക് വെച്ച് 350 ഹീറ്റ് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ.
ടർക്കി എടുത്ത് വെച്ച് ഇനിയിപ്പം ഒരു 3.5 മണിക്കൂർ അവിടെ ഇരുന്ന് കുക്ക് ചെയ്ത് വെട്ടണം. ഇടയ്ക്ക് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ഒന്ന് അലൂമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ബേൺ ചെയ്ത് പോകാൻ മേളിൽ വശമൊക്കെ ഓക്കെ ടോപ്പൊക്കെ ബേൺ ചെയ്തുകൊണ്ട് അവിടെ ഒന്ന് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യണം. അപ്പം ഇവിടെ നിന്ന് കുക്ക് ചെയ്യട്ടോ. ഓക്കെ 3 hours കഴിഞ്ഞിട്ടോ. അപ്പം അത് കഴിയുമ്പോൾ പിന്നെ നമ്മളൊരു അലൂമിനിയം ഫോയിൽ ഇങ്ങനെ പുറത്ത് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് ഒത്തിരി അങ്ങ് ബേൺ ആയിപ്പോൾ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതേ ഒരു ബാസ്റ്റിംഗ് ഇത് ബ്രഷ് കൊണ്ടിങ്ങനെ ഈ ഓയിൽ തന്നെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതിനെ ഇങ്ങനെ ഇതാക്കി നോക്കണം ഓക്കെ. നിങ്ങളിലുണ്ടെങ്കിൽ ബാസ്റ്റിംഗ് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചെയ്യുക. ടർക്കിയെ വെക്കാനുള്ള പ്ലേറ്റൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കുക. 3 hours 45 minutes വെച്ചിട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, ടർക്ക് റെഡി ആയിട്ടിരിക്കുക. റോസ്റ്റ് ചെയ്തൊക്കെ റെഡി ആയിട്ടിരിക്കുക. ഇപ്പം നമുക്കിനി ഞാനിതിപ്പം ക്യാൻസൽ ചെയ്യാൻ പോകും ഓക്കെ. ബേക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് ഒന്ന് 20 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിനകത്ത് തന്നെ ഓക്കെ. എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് പ്ലേറ്റിലോട്ടൊക്കെ എടുത്ത് മാറ്റാം ഓക്കെ. അപ്പം ഞാൻ ക്യാൻസൽ ചെയ്ത് 20 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവാം. ക്യാൻസൽ ചെയ്തു അപ്പം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഓക്കെ. 20 minutes റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിനിപ്പം പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് വെച്ചു. അടിപൊളിയായിട്ടല്ലേ? അപ്പം നമ്മുടെ താങ്ക്സ് ഗിവിങ് ടർക്കി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടിരിക്കുന്നല്ലേ? നിങ്ങൾക്കും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ ആദ്യമായിട്ട് എങ്ങനെ ബ്രൈൻ ചെയ്തിട്ട് ടർക്കി ഉണ്ടാക്കുന്നത്, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ് ഗിവിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഒരു താങ്ക്സ് ഗിവിങ്ങിനൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടർക്കിയെ റോസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി താങ്ക്സ് ഗിവിങ്. See you next week. Bye. പിന്നെ കുറച്ച് സേജ് തൈമ് റോസ്മേരിയുടെ ലീഫ് ഫ്രഷ് ആയിട്ടുള്ളത് ഞങ്ങളുടെ ഗാർഡനിൽ നിന്നുള്ള ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് ഓക്കെ. അതോടെ വെച്ച് നമ്മുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ മോയിസ്റ്റായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഈ ഡ്രൈൻ ചെയ്തിട്ടെടുക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഓക്കെ ടർക്കിൽ ചെയ്യാൻ പോകുന്നത് ടർക്കി സ്റ്റഫിങ് ആൻഡ് റോസ്റ്റ്. ഫുള്ളായിട്ടിരിക്കുന്നു റോസ്റ്റ് ചെയ്ത് ഗുഡ്. മതിയല്ലേ? പോരെ ബട്ടർ പോരെ? ഓക്കെ ഇവിടെ കൈ മാറ്റാം. പക്ഷേ നമ്മൾ ടർമറിക് പൗഡറും ചില്ലി പൗഡറും ഒക്കെ, ചില്ലി പൗഡർ ഇല്ല ടർമറിക് പൗഡർ യൂസ് ചെയ്യുന്നു അല്ലേ ചുട്ട? ടർമറിക് പൗഡറും ഗരം മസാല അല്ലേ? ഞങ്ങൾ ചില വർഷം എന്താ പറഞ്ഞത് ലാസ്റ്റ് അതിന് മുമ്പ് എന്തോ നമ്മൾ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട് ഈ ടർമറിക് പൗഡറും ഗരം മസാലയൊക്കെ ചെറുത് കുറച്ച്. നമുക്ക് എത്ര മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി?